ഉമേഷ്, മാധ്യമങ്ങളെക്കുറിച്ച് കോടതിക്കുള്ള ഒരു കാഴ്ചപ്പാട് അത് ആ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുകയാണ്. അതായത് ഈ അന്വേഷണം സത്യസന്ധമായി പോകുന്നത് അവർക്ക് തീരെ താല്പര്യമുണ്ടാകുന്നില്ല. ഈ അന്വേഷണ സംഘത്തെ എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിലാക്കാൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ പരാമർശമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അത് സംബന്ധിച്ച് ഒരു വരി വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. നേരത്തെ എം പി രാജേഷ് ചോദിച്ചതുപോലെ സർക്കാരിനെതിരെ എങ്ങാനോ ഒരു വരിയുണ്ടെങ്കിൽ അത് എന്തുമാത്രം പർവ്വതീകരിച്ച് കൊടുക്കുന്ന മാധ്യമങ്ങളാണ് തങ്ങൾക്കെതിരെ ഇത്രയും ഗുരുതരമായ പരാമർശം കോടതിയിൽ നിന്ന് വന്നിട്ട് പൂർണ്ണമായും അതിനെ മറച്ചു വെച്ചത്. ഉമേഷ്, ഷമ്മി, മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഉള്ള മറുപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ കാണുന്നത്. ഈ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് രാജവിജയരാഘവനും കെ വി ജയകുമാറും ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവിൽ ഇതിലെ 4-ാം പേജിൽ 8-ാം പാരഗ്രാഫിലാണ് ഈ മാധ്യമ വിമർശനം ഉള്ളത്. അതിൽ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ കോടതി രൂക്ഷമായ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് നേച്ചർ ഇൻവോൾവിംഗ് സീരിയസ് അലിഗേഷൻ ആൻഡ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഫെയ്ത്ത് കനോട്ട് ബി കണ്ടക്റ്റഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ട്രയൽ ബൈ മീഡിയ എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മാധ്യമ വിചാരണയുടെ നിഴലിലല്ല അന്വേഷണം നടക്കേണ്ടത് എന്നാണ് കോടതിയുടെ രൂക്ഷമായ വിമർശനം എന്നുള്ളതാണ്. ദിസ് കോർട്ട് ഹാഡ് ഇൻ ഇറ്റ്സ് ഏർലിയർ ഓർഡർ made it abundantly clear that the officers continuing the SIT shall be directly answerable to this court എന്നാണ്. അതായത് ഡയറക്റ്റ് ടു ദിസ് കോർട്ട് ആൻഡ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി കണ്ടക്റ്റഡ് വിത്ത് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഡിസ്ക്രിഷൻ, ഇൻറ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി വിത്തൗട്ട് ഡൈവൾജിങ് എനി ഇൻഫർമേഷൻ ടു ദ പബ്ലിക് ഓർ ദ മീഡിയ എന്നാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾക്കും SIT വഴങ്ങരുത്. ഈ മാധ്യമ വിചാരണയുടെ നിഴലിലല്ല അന്വേഷണം നടക്കേണ്ടത്. അന്വേഷണ സംഘത്തിന് മേൽ മാധ്യമങ്ങൾ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് കോടതി പറയുന്നു. അന്വേഷണ പുരോഗതി പരിഗണിക്കാതെയുള്ള ഇത്തരം വിമർശനങ്ങൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും മാധ്യമ വിചാരണയുടെ മുമ്പിൽ പതറരുത്. SIT ആകെ മറുപടി പറയേണ്ടത് ഈ കോടതിക്ക് മുൻപാകെ മാത്രമാണ്. കാരണം കോടതിയാണ് വളരെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ കോടതിക്ക് വലിയ വിശ്വാസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിലുണ്ട്. അങ്ങനെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കാണുന്ന വാർത്തകളൊന്നും വിശ്വസിച്ച് അതിൽ ഒരു കാരണവശാലും പതറേണ്ടതില്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടതില്ല. ആകെ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടത് ഈ കോടതിക്ക് മുന്നിൽ മാത്രമാണ്. അതുകൊണ്ട് ഭയരഹിതരായി അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വലിയ തിരിച്ചടി ആണ് കോടതിയുടെ ഈ നിരീക്ഷണം. മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും വലിയ തിരിച്ചടിയാണ്. മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ വളച്ചൊടിച്ച് നൽകാൻ ശ്രമിച്ചിരുന്നു. അതിൽ കാര്യമുണ്ട് ഉമേഷ്. അതായത് ഈ SITയുടെ കയ്യിൽ നിന്ന് ഒരു വാർത്തയും ചോർത്തിയെടുക്കാൻ പറ്റുന്നില്ല. SIT കോടതിയിൽ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഒരു തരത്തിലും അവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല, വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോകുന്നതേയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് ഭാവനയാണ്. ആ ഭാവന ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കലല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല മാധ്യമങ്ങളെ എന്നാണ് ഇന്നലെ കോടതി പച്ചയ്ക്ക് പറയുന്നത്. സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾ നൽകണം, അന്വേഷണ സംഘത്തെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കരുത് എന്നാണ് പറഞ്ഞത്. അതെ, അതുതന്നെയാണ്. അതായത് ഒരു കാരണവശാലും മാധ്യമങ്ങളോട് ഈ അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കരുത് എന്ന നിർദ്ദേശം കർശനമായി SIT പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ചില മാധ്യമങ്ങൾ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ പ്രധാനപ്പെട്ട ആരോപണം, നേരത്തെ ഷമ്മി അത് സൂചിപ്പിച്ചു, 2 ഉദ്യോഗസ്ഥർ
CPM ബന്ധമുള്ള 2 പേരെ ഈ SITയിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ തരത്തിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം എന്ന തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. അത് മാധ്യമ വാർത്തയും പ്രതിപക്ഷ നേതാവിൻ്റെ നിരീക്ഷണവും ഒക്കെ ആയി ആ തരത്തിലൊരു വിമർശനം ഉന്നയിച്ചു. ആ വിഷയവും കോടതിയുടെ മുൻപിൽ വന്നിരുന്നു എന്നുള്ളതാണ്. കോടതി അത് പരിശോധിച്ചു. ആരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ 2 ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തലം എന്താണെന്ന് കോടതി പരിശോധിച്ച് അവർ ഈ SITയിൽ അതിൻ്റെ ഭാഗമാകാൻ പര്യാപ്തരാണ് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് ആ 2 പേരെ നിയമിച്ച നടപടിയും കോടതി ശരിവെച്ചു എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും പുതുതായി ഈ SITയിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതിനുള്ള സമ്പൂർണ്ണ അധികാരം ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷിന് കോടതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും, ഒരുപക്ഷെ പ്രതിപക്ഷത്തിനടക്കം വലിയ വിമർശനം ഇന്നലെ ഈ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് മാത്രമല്ല, അന്വേഷണ സംഘത്തിൽ തീർച്ചയായും നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഒരു സ്വയം പരിശോധന, ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും.